ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 58 ഭാരവാഹികളെ വച്ചതിന് ശേഷവും തർക്കം തീരുന്നില്ല. ഇതിൽ 2 കാലും കുഴിയിലൊക്കെ ആയിരിക്കുന്ന ആളുകളുണ്ട്. KPCC ജനറൽ സെക്രട്ടറി ആയിട്ട് മരിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അവരിപ്പോൾ ഓപ്പറേഷൻ സ്വീകരിച്ച് മരണസന്നദ്ധരായിരിക്കണം. മരിക്കുമ്പോൾ പത്രത്തിൽ വാർത്ത വരുമ്പോൾ കൊടുക്കണം. KPCC ജനറൽ സെക്രട്ടറിയാണ്. എത്രയോ കൊല്ലം മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി മറ്റ് പരിപാടിക്ക് പോയ ആളുകളുണ്ട്. അവരിപ്പോൾ KPCC ജനറൽ സെക്രട്ടറി ആയിരിക്കണം. വൈസ് പ്രസിഡന്റുമാരായാലും അതിലും ഭയങ്കരം. ജനഗണമന തെറ്റുകൂടാതെ പാടാനറിയാൻ പാടാത്തൊരു യോഗ്യൻ ഒരു DCC പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം തൻ്റെ ജില്ലയിൽ 2 കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ച് അതിലും പരാജയപ്പെട്ടാണ്. ഇദ്ദേഹം എതിര് പ്രവർത്തിച്ചിട്ട് പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളോട് ജയിച്ചു പോയി. അതുപോലത്തെ ഒരു യോഗ്യൻ അതേ എതിർ പാർട്ടിക്ക് വിടുപടി ചെയ്യുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറിയായി മാറിയിരിക്കുക. ഇതുപോലെയുള്ള ആളുകൾ പിന്നെ കഴിഞ്ഞതിന് മുമ്പത്തെ മാസം വരെ BJPയുടെ വക്താവായിരുന്ന ഒരു യോഗ്യൻ പെട്ടെന്ന് ഞാൻ ഇപ്പോൾ കോൺഗ്രസ് ആവും എന്ന് പറഞ്ഞ് കോൺഗ്രസ് ആയ ഉടനെ തന്നെ അദ്ദേഹത്തെ KPCCയുടെ 58 ജനറൽ സെക്രട്ടറിയിൽ ഒരു ജനറൽ സെക്രട്ടറി എടുത്ത് നിയമിച്ചു. എന്താല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ.